എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് വന്നിരിക്കുകയാണ്. ആരാകും ആദ്യത്തെ ക്യാപ്റ്റൻസി പദവി നേടുക എന്ന വാശിയേറിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. വളരെ പ്ലാനിങ്ങോടെയും മത്സരബുദ്ധിയോടും കൂടിയാണ് ഓരോ മത്സരാർത്ഥികളും മുന്നോട്ട് നീങ്ങുന്നത്. എവിടെ വെച്ച് തകർക്കാം, വാക്കുകൾ കൊണ്ട് എങ്ങനെ കൊള്ളിക്കാമെന്ന് നോക്കി നടക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴിതാ ശാരികയുടെ മുഖത്ത് ഫോം തേച്ചിരിക്കുകയാണ് അനീഷ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഭാഗമായിട്ട് ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും എന്ന് പറയുന്ന ഒരു ടാസ്കാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. 19 പ്ലേറ്റുകളും ഷേവിംഗ് ഫോമുകളുമാണ് അവർക്ക് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഷേവിംഗ് ഫോം പ്ലേറ്റിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്റ്റൻ ആകണ്ട എന്ന് തോന്നുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് കൊണ്ടുപോയി തേക്കുക എന്നാണ് ടാസ്ക്. ഈ ടാസ്കിൽ ആദ്യം എണീറ്റത് അനീഷാണ്. അനീഷ് എണീറ്റിട്ട് സെലക്ട് ചെയ്തത് ശാരികയാണ്. ശാരികയുടെ മുഖത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അനീഷ് തേച്ചിട്ടുണ്ട്. എന്തോ മുൻവൈരാഗ്യമുള്ള പോലെയുള്ള തേക്കലാണ് അനീഷ് തേച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. തേച്ചു കഴിഞ്ഞിട്ട് അനീഷ് റീസൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ഇവിടെ വെച്ച്, അതായത് ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ശാരിക അനീഷിനോട് പറഞ്ഞുവത്രേ, ശാരിക ചെയ്യുന്ന ഇന്റർവ്യൂ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ശാരികയും ഇന്റർവ്യൂവിന് വരുന്ന ഗസ്റ്റും കൂടിയും തമ്മിൽ സംസാരിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇത് ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഇത് സ്വയം അനീഷിനോട് ശാരിക തുറന്ന് സമ്മതിച്ചു. അങ്ങനെ മലയാളി പ്രേക്ഷകർ പൊട്ടന്മാരല്ല, അവർ മണ്ടന്മാരല്ല എന്ന് ശാരിക മനസ്സിലാക്കണമെന്ന് തുറന്നടിച്ചു പറഞ്ഞുകൊണ്ടാണ് അനീഷ് ശാരികയുടെ മുഖത്ത് ഫോം തേക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, അനീഷ് വളരെ മത്സരബുദ്ധിയോടുകൂടി വളരെയധികം പ്ലാൻഡ് ആയിട്ടാണ് ഗെയിം കളിക്കുന്നത്. കെയർഫുൾ ആയിട്ട് ഓരോ നീക്കവും മുന്നോട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ആടാർ പണി തന്നെ കിട്ടാൻ സാധ്യത ഏറെയാണ്. എന്തൊക്കെയായാലും ശാരികക്ക് ഇത് നല്ലൊരു അടി തന്നെയാണ് കിട്ടിയത്. പണ്ട് രേണുസുധിയും ശാരികയും തമ്മിൽ നടത്തിയ ഇന്റർവ്യൂ വാക്കുതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും അമിതമായി വന്നതോടെ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് മലയാളി പ്രേക്ഷകർ തന്നെ പറഞ്ഞതാണ്. എന്ത് തന്നെയായാലും അതിപ്പോൾ അനീഷിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.